അങ്കണവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ ആവശ്യം ഒടുവിൽ മന്ത്രി കേട്ടു. അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകി. മന്ത്രിക്കും 24-നും നന്ദി പറഞ്ഞ് ശംഖു എന്ന 3 വയസ്സുകാരൻ. 24-ലോടെയാണ് ശംഖുവിന്റെ വാക്കുകൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവ് മാറ്റിട്ട് പറയാം കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾ എന്നും നമുക്കൊരു കൗതുകമാണ്. അത്തരം കൗതുകമുള്ള കാഴ്ചകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തരം ഒരു കാഴ്ചയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ്, ഒരു അംഗനവാടിയിൽ പഠിക്കുന്ന കുഞ്ഞാണ്, എന്തിനാണ് ടീച്ചർ ഞങ്ങൾക്ക് ഉപ്പുമാവ് മാത്രം തരുന്നത്, ഞങ്ങൾക്ക് ബിരിയാണി കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ റീൽ അത് കാണാതിരിക്കുന്നവർ ചുരുക്കമാണ്. ഒടുവിൽ ശംഖുവിന്റെ ഈ കുഞ്ഞാഗ്രഹം 24-ലൂടെ മന്ത്രി വീണ ജോർജ് അറിഞ്ഞു. ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ച അംഗനവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ്. ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന തൃജൽ എസ് സുന്ദർ, അവന്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം, വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ്. കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശംഖുവിനെയും അമ്മയെയും അംഗനവാടി ജീവനക്കാരെയും മന്ത്രി പ്രശംസിച്ചു. മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പിന് പിന്നാലെ സന്തോഷം പങ്കിട്ട ശംഖു വീണ്ടും 24 ക്യാമറയ്ക്ക് മുന്നിലെത്തി. ശംഖുവിന്റെ ആ നിഷ്കളങ്കമായ ആവശ്യം 24-ലൂടെ മാത്രം കണ്ടത് 10 ലക്ഷത്തിലധികം ആളുകളാണ്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അംഗനവാടിയിലെ താരമാണ് ഇന്ന് ശംഖുവെന്ന തൃജില സുന്ദർ. അരുൺ രാജ്, 24 കൊല്ലം.